ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങി CPM. ഇല്ലാ കഥകൾ മെനഞ്ഞ് തിരുവനന്തപുരത്ത് BJPയെ പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ പൊങ്കാല ഉത്സവ ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കാൻ വാട്ടർ അതോറിറ്റിയെ ഉപയോഗിച്ച് ശ്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കളുടെ നേതൃത്വത്തിൽ കള്ളപ്രചരണങ്ങളും തുടരുന്നത്. ശിവദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശിവദാസ്, ഈ പൊങ്കാല സമയത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിക്കൊണ്ട് ആ പൊങ്കാല മഹോത്സവത്തിന്റെ നിറം കെടുത്താനുള്ള ശ്രമം വാട്ടർ അതോറിറ്റിയെ ഉപയോഗിച്ച് CPM നടത്തി എന്നത് ഒരു വസ്തുതയാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അതിനുശേഷം പൊങ്കാല കഴിഞ്ഞ് പിന്നീട് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തി. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിന് സ്വാഭാവികമായി മനസ്സിലാകും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത്. കാരണം തിരുവനന്തപുരത്ത് BJPയുടെ വളർച്ച CPMനെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രകടമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ പാളും എന്ന് CPM മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കള്ളപ്രചരണം സഖാക്കൾ നടത്തുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ആറ്റുകാൽ പൊങ്കാല നടന്നത് ഈ മാസം 3-ാം തീയതിയാണ്. വളരെ മികച്ച രീതിയിലുള്ള സംഘാടകത്വമാണ് നമ്മൾ കണ്ടത്. അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത ഒരു പൊങ്കാലയായിരുന്നു ഇത്തവണത്തേത്. വളരെ മികച്ച രീതിയിൽ സംഘാടകത്വം നടന്നു. അതിനുശേഷം തന്നെ കൃത്യമായി തന്നെ ശുചീകരണം നടന്നു. പൊങ്കാല കഴിഞ്ഞ ആ ദിവസം തന്നെ രാത്രിയിൽ തന്നെ നഗരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും കൃത്യമായി തന്നെ ശുചീകരണം നടത്തിയിരുന്നു. കൃത്യമായി തന്നെ അതിന് നേതൃത്വം നൽകിയ VV രാജേഷും രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം മേയറായ ശേഷം കൃത്യമായി തന്നെ ഈ വിഷയത്തിലെല്ലാം തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ ശുചീകരണമെല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രിയിലാണ് അദ്ദേഹം പോലും മടങ്ങിയിട്ടുള്ളത്. അതായത് ഇവിടെ ഈ ഒരു ശുചീകരണം നടത്തിയത് മുൻപ് നിയോഗിച്ച ശുചീകരണ തൊഴിലാളികൾ തന്നെയാണ്. പിന്നീട് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രമായി അധിക ശുചീകരണ തൊഴിലാളികളെയും നിയോഗിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നീട് ഈ സൈബർ സഖാക്കൾ അടക്കം കൃത്യമായി തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെ കൃത്യമായി ശുചീകരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിനു മുൻപുണ്ടായിരുന്ന ചില ദൃശ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ ഫേസ്ബുക്കിലടക്കം ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് BJPയാണ്. BJPക്ക് ഭരണം കിട്ടിയാൽ ഇതാണ് അവസ്ഥ എന്ന് വരുത്തി തീർക്കുന്നതിനുമായി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തെറ്റായ ഒരു പ്രചാരണവും കള്ളപ്രചാരണവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രചാരണം അവർ തുടരുന്നുണ്ട്. നമുക്കറിയാം, ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ ദിവസങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിക്കൊണ്ട് അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ പൊങ്കാല ദിവസങ്ങളിൽ നഗരസഭ നേരിട്ട് കൂടുതൽ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുവന്നിട്ടായിരുന്നു ഇതിനെ കൃത്യമായി തന്നെ നേരിട്ടിരുന്നത്. ഈ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. ആ സമയങ്ങളിൽ വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള രോക്ഷം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. ആ സമയങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നൽകിയിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ കോർപ്പറേഷനെ പ്രതിസന്ധിയിലാക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാപകമായി കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആകെ BJPക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ ഭരണം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നേമം സീറ്റ് അടക്കം അവരുടെ ജനപ്രതിനിധി ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. ഈ ഒരു മുന്നേറ്റം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഭയന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കും എന്നുള്ള ഒരു ഭീതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ കള്ളപ്രചാരണം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കള്ളപ്രചരണം സഖാക്കന്മാർ ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ BJP ഏറ്റവും കുറഞ്ഞത് ഒരു 4 സീറ്റെങ്കിലും നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയാണ് CPM. ശിവദാസ് കന്മനമാണ് വിവരങ്ങളുമായി ചേർന്നത്.